Ladies and gentlemen, welcome to your favorite tech news, Chaya with Tech with Call Me Shazam. എല്ലാവരും ലൈക്ക് അടിക്കുക, ഡിസ്ലൈക്ക് അടിക്കുക, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കമൻ്റ് അടിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. സബ്സ്ക്രിപ്ഷനും വേണമെങ്കിൽ ചെയ്തോളൂ. 22 ലക്ഷം ആവാൻ പോവുകയാണ് നമ്മൾ. യെസ്, 2.2 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. ഗൈസ്, കൺഗ്രാറ്റുലേഷൻസ് ടു മീ ആസ് വെൽ. പിന്നെ നമ്മുടെ ബെസ്റ്റ് ഫോൺ ഓഫ് 2024ൻ്റെ ഒരു ബഡ്ജറ്റ് വെർഷൻ അല്ലെങ്കിൽ ഒരു ലേസി ആയിട്ടുള്ള ഒരു അവാർഡ് വെർഷൻ വരുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം. ഒരുപാട് പേര് ഫോഴ്സ്ഫുള്ളി പറഞ്ഞുകൊണ്ട് ഇടുന്ന ഒരു വീഡിയോ ആണ്. അല്ലാതെ എനിക്ക് എന്താ പറയുക, എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്നതല്ല. അതങ്ങനെ അങ്ങ് ചെയ്യാം എന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ എന്തിനാണെങ്കിലും നമുക്ക് കുറച്ച് ന്യൂസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ MWC കഴിഞ്ഞിരിക്കുകയാണ് അങ്ങ് ബാർസിലോണയെ വെച്ച്. അവിടെ വെച്ച് ഒരുപാട് ഫോണുകൾ ഫീച്ചർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പുതിയ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ട്വിറ്ററിൽ പോയി MWC എന്നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതേപോലെ MWC ഒരു അവാർഡ് എപ്പോഴും വെക്കാറുണ്ട്. ആ അവാർഡിൽ ഞാൻ എൻ്റെ ഫേവറേറ്റ്, അതായത് കഴിഞ്ഞ വർഷത്തെ എൻ്റെ ഫേവറേറ്റായ Pixel 9 Pro നാണ് അവാർഡ് കിട്ടിയത്. കൺഗ്രാറ്റുലേഷൻസ് ടീം പിക്സൽ. ഈവൻ എനിക്കും അങ്ങനെ ഫീൽ ചെയ്തായിരുന്നു. ഇറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺ ലാസ്റ്റ് വർഷം ഞാൻ യൂസ് ചെയ്തതിൽ. എന്തിനാണെങ്കിലും സമയമൊന്നും കളയാതെ നമുക്ക് ചാടിക്കടന്ന് ന്യൂസിലോട്ട് കിടക്കാം. കമോൺ. ആദ്യത്തെ ന്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാത്ത പോലെ iOS 19 നിങ്ങളെ ഞെട്ടിക്കും എന്നാണ് ആപ്പിൾ പറയുന്നത്. അതായത് iOS, macOS, iPadOS എല്ലാത്തിൻ്റെയും UI ചേഞ്ച് വരാൻ പോവുകയാണെന്നാണ് ഒരു വലിയ ഹിൻഡ് വരുന്നത്. ഇനി ആപ്പിൾ അങ്ങനെയൊക്കെ ചെയ്താലേ കാര്യമുള്ളൂ. ബിക്കോസ് ഭയങ്കരമായി സെയിലിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരേ രീതിയിലുള്ള ഫോണുകളും യാതൊരു രീതിയിലുമുള്ള പുതുമയും ഇല്ലാത്തതിൻ്റെ ലാക്ക് ഓഫ് ഇന്നോവേഷൻ കാരണം ഫോൺ മാർക്കറ്റ് കട്ടയ്ക്ക് ഡൗൺ ആണ്. അപ്പോൾ എന്തിനായാലും iOS 19 വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷം അവന്മാർ മറ്റേ അനൗൺസ് ചെയ്തൊരു സാധനം ഉണ്ടായിരുന്നു. എന്തൊരു സിറി വേറെ ലെവലാവും, കട്ട സീനാവും, കട്ട മുടയാവും എന്നൊക്കെ പറഞ്ഞ സാധനം 2027 പ്രതീക്ഷ മതി എന്നാണ് കമ്പനി പറയുന്നത്. അതായത് അടുത്ത വർഷം, കഴിഞ്ഞ വർഷം ഫീച്ചറായിട്ട് തരും എന്ന് പറഞ്ഞ സാധനം അടുത്ത വർഷമേ വരുള്ളൂ. ആപ്പിളിൻ്റെ ഒരു പോക്ക് നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടാ. സീൻ കോൺട്രയാണ്. അതേപോലെ തന്നെ iPhone 17 എയറിൻ്റെയൊക്കെ ഏറെക്കുറെ ലീക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എയറിൻ്റെ തിക്നെസ് ഭയങ്കര സ്ലിം ആയിരിക്കും, സിംഗിൾ ലെൻസ് ആയിരിക്കും. അതൊക്കെ എനിക്ക് മനസ്സിലാവാത്ത എങ്ങനെയാണ്. അതായത് മറ്റേ പ്ലസ് എന്ന് പറയുന്ന വേരിയൻ്റ് ഇനി ഇല്ല. ഓക്കെ, അതിന് പകരമാണ് ഈ 17 എയർ. അതായത് 17 എയർ, 17 Pro, 17 Pro Max. ഈ ഒരുമാതിരി നമ്മളെല്ലാവരും ഡിസൈൻ ചേഞ്ച് എവിടെയെന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആപ്പിൾ ഒരുമാതിരി മുഖത്തടിച്ചതുപോലത്തെ ഒരു ഫോൺ ഇറക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഒരു താല്പര്യമില്ല. കസ്റ്റമേഴ്സിന് എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ട് ഇവന്മാർ ചെയ്യാത്തതിൽ മാത്രമാണ് എനിക്ക് പ്രശ്നം. അല്ല, വേറെ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ആപ്പിളുമായിട്ട്. അപ്പോൾ എന്തിനാണെങ്കിലും എയർ ഭയങ്കര മെലിഞ്ഞിരിക്കുന്ന ഒരു ഫോണായിരിക്കും. അപ്പോൾ അതേപോലെ S25 എഡ്ജ് എന്ന് പറഞ്ഞ ഫോണിൽ സെറാമിക്കിൻ്റെ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് വളയൂല. ജെറിയണ്ണനൊക്കെ വളച്ച് കഴിഞ്ഞാൽ പൊട്ടൂലെന്നാണ് സാംസങ് പറയണത്. എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നല്ല ആഞ്ഞൊരു വളച്ച് കഴിഞ്ഞാൽ ആ സാധനം വളയും, ഉറപ്പാണ്. എന്തായാലും ഏപ്രിലിൽ ഈ ഫോൺ ഇറങ്ങുന്നതായിരിക്കും. ആദ്യം കൊറിയൻ മാർക്കറ്റിൽ ഇറങ്ങും, ഇന്ത്യയിലൊക്കെ ഇറങ്ങുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഭയങ്കര ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഷടപടയൊന്നും ഇഷ്ടം പോലെയൊന്നും ഇറങ്ങിയൊന്നും ഇല്ല. സോ അതിനൊന്നും ആരും വിഷമിച്ച് അവിടെ ഇരിക്കേണ്ട. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് ആപ്പിളിൻ്റെ ഒരുപാട് ആപ്പിൾ ന്യൂസുകളാണ്. ആപ്പിൾ പുതിയൊരു M4 എയർ ഇറക്കി, മാക് സ്റ്റുഡിയോ ഇറക്കി, M4 Proയും M3 Ultraയും. മാക് സ്റ്റുഡിയോ അതായത് നിങ്ങൾക്ക് ഹെവി ടാസ്ക് ഒക്കെ ചെയ്യുന്നവർ, അതായത് മറ്റേ ഗ്രാഫിക് ഡിസൈനേഴ്സ്, ഗെയിം ഡെവലപ്പേഴ്സ്, സിനിമ എഡിറ്റ് ചെയ്യുന്നവർ, അതായത് വലിയ ജിമിട്ടൻ ക്യാമറയിലൊക്കെ കട്ടായി 6K 8K ഒക്കെ എഡിറ്റ് ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഗംഭീര മെഷീനാണ്. അതേപോലെ തന്നെ പുതിയൊരു 2 iPad ഇറങ്ങിയിട്ടുണ്ട്. iPad Air വിത്ത് M3 ആണെന്ന് തോന്നുന്നു. ആൻഡ് മറ്റേത് iPad 11th Gen വിത്ത് A16 ബയോണിക്ക. A16 ബയോണിക് ആണെന്ന് തോന്നുന്നു. ഈ പറയുന്ന iPad ഇല്ലേ, ഈ iPad 11 അതിൽ മറ്റേ ആപ്പിൾ ഇൻ്റലിജൻസ് ഇല്ല കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞു. ഇനിയിപ്പോൾ അത് അറിഞ്ഞൂടാതെ ആരും അതിൽ ആപ്പിൾ ഇൻ്റലിജൻസ് കിട്ടുമെന്ന് പറഞ്ഞ് ആരും മേടിക്കാൻ വേണ്ട, അതില്ല. എയറിൽ പിന്നെ അറിയാമെന്നല്ലോ. എയറിൽ എന്തുകൊണ്ട് ഇവന്മാർ 120 Hz റിഫ്രഷ് റേറ്റ് കൊടുക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് കോമഡിയാണ് ഇവന്മാർ ഇതിനെടുത്ത് എനിക്ക് ഫോണിൻ്റെ കേസിലും അതാണ് പറയുന്നത്. എന്തിനാണ് ഈ 120 Hz എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രിമിനേഷൻ ചെയ്യണ? നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് നേടണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലടേ.
അയ്യോ ഞാൻ കാര്യമായിട്ടും പറഞ്ഞു, ഞാൻ മറ്റേ സാധനം വിറ്റായിരുന്നു കേട്ടോ. എൻ്റെ 16 Pro ഞാൻ തട്ടിയിട്ട് ഞാൻ 16 എടുത്തു. ബിക്കോസ് എനിക്ക് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതൊരു ശോകമാണെന്ന് പറയും. ഞാൻ ആ 16 Proയിൽ നിന്ന് ഇതിലോട്ട് മാറിയപ്പോഴാണ് ആ സ്ക്രീനിൻ്റെ ആ പിടുത്തമുണ്ടല്ലോ. ഇവന്മാരൊക്കെ ഈ കുറേ ഫാൻസ് വന്ന് പറയും എന്തോന്നു ആപ്പിൾ 60 Hz ഇസ് ഈക്വൽ ടു ആൻഡ്രോയിഡ്സ് 120 Hz. ഇടിക്കും അങ്ങനെ ഏവനെങ്കിലും എൻ്റെ മുഖത്ത് നോക്കി അത് പറഞ്ഞു കഴിഞ്ഞാൽ. ബിക്കോസ് വളരെ പൊട്ടത്തെറ്റാണ് നിങ്ങളാ പറയണത്. 60 Hz പരമ ശോകമാണ് ആപ്പിളിൻ്റെ. ഞാൻ ചുമ്മാ പറയണമല്ല. ഇവിടെ ഇതാണ് ഞാൻ മേടിച്ചത് കേട്ടോ, 16 സാധാ 60. ഒരു സ്മൂത്ത്നെസ് ഒന്നും സാധനമല്ല. ഭയങ്കര ശോകം. എനിക്ക് ഞാൻ പറയാം അത് നിങ്ങൾ ആ പ്രോയിൽ നിന്ന് ഇതിലോട്ട് മാറുമ്പോഴേ മനസ്സിലാവുള്ളൂ. പക്ഷേ ഞാൻ പറയാം എൻ്റെ ആവശ്യത്തിന് ഈ ഫോണിൻ്റെ ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചിതിലോട്ട് പോയത്. അപ്പോൾ എന്തിനാണെങ്കിലും അതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ആപ്പിൾ കുറച്ച് പ്രോഡക്ട്സ് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഒന്ന് മറ്റേ സാധനം പഴയ iPad 10, പിന്നെ 14 അതേപോലെ iPad M2 ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി തൊട്ട് ഈ പ്രസൻ്റ്ലി ഇതിൻ്റെ സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആ സാധനം നിങ്ങൾക്ക് കിട്ടത്തില്ല. സെക്കൻഡ് ഹാൻഡോ അല്ലെങ്കിൽ റീഫർബിഷ്ഡൊക്കെ ഇനി കിട്ടത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അതേപോലെ നോക്കിയയുടെ മറ്റേ പിങ്ക് കളർ ബാർബി ഫോണില്ലേ, എന്നിട്ട് തുറക്കണ കിടക്കണ ഫോൺ, അത് ഇന്ത്യയിൽ വരാൻ പോകണം എന്നുള്ളൊരു ന്യൂസും കൂടെ ഉണ്ട്. പിന്നെ ഷവോമിയുടെ കുറച്ച് പുതിയ ഫോണുകൾ ഇറങ്ങിയിട്ടുണ്ട്. 15ഉം 15 Ultra'യും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 15 65,000 64,999 രൂപ, 65,000 രൂപ. അതെന്തൊരു ബാങ്ക് ഓഫറൊക്കെ വെച്ചിട്ട് 60,000 രൂപയ്ക്ക് കിട്ടും. അതേപോലെ മറ്റേ 15 Ultra'യുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 99,999 ആണ് ഇപ്പം സ്പെഷ്യൽ പ്രൈസ് വന്നിരിക്കുന്നത്. ഇപ്പം മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 12,000 വർത്തായിട്ടുള്ള മറ്റേ എന്തൊരു ഫോട്ടോഗ്രാഫി കിറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഒരു കറുപ്പും മറ്റേ ചുമപ്പൊക്കെ ആയിട്ടുള്ളൊരു സാധനം, മറ്റേ ഇങ്ങനെ ഫോണിനെ ക്യാമറ ആക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ആ സാധനം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അല്ലാതെ ഇതിൻ്റെ വില 1,10,000 രൂപയാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഭയങ്കര വില കൂടിയായിപ്പോയി. ബിക്കോസ് ആ പ്രൈസിന് ആൾക്കാർ ഫോൺ മേടിക്കണമെങ്കിൽ ഒന്നെങ്കിൽ സാംസങ് ആയിരിക്കണം, അല്ലെങ്കിൽ ആപ്പിൾ ആയിരിക്കണം. ആ ഒരു 1 lakhൻ്റെ മോളിൽ ഭയങ്കര പാടാണ്. നമ്മൾ ഇന്ത്യൻ ഓഡിയൻസ് ചിന്തിക്കത്തു പോലുമില്ല. പിക്സൽ പോലും ചിന്തിക്കുന്നത് വളരെ ഹാർഡ് കോർ പിക്സൽ ഫാൻസ് മാത്രമേ അത് വാങ്ങിക്കത്തുള്ളൂ, അല്ലാത്ത പേരൊന്നും മേടിക്കില്ല. അതാണ് പിക്സലിൻ്റെ വില കുറയൂലേ. അണ്ടർ 1 lakh വരുമ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് പിക്സലാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് 1,00,000 മുകളിൽ ആൾക്കാർക്ക് ഇപ്പോഴും മാനസികമായിട്ട് കൊടുക്കാൻ പറ്റുന്നത് ഒന്നെങ്കിൽ ഐഫോൺ അല്ലെങ്കിൽ സാംസങ്. പിക്സലിനെ പറ്റി പറഞ്ഞപ്പോഴാണ് പിക്സൽ 10ൻ്റെയും പിക്സൽ 10 Pro'ൻ്റെയും ഫോട്ടോസ് ലീക്കായിട്ടുണ്ട്. ലീക്കല്ല, ഒരുത്തൻ കണ്ടിട്ട് അതിൻ്റെ റെൻഡർ ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണിച്ചു തന്നു, അത്രേ ഉള്ളൂ. ഇതാണ് ഇതിൽ TSMCയുടെ പുതിയ ചിപ്സെറ്റാണ് വരണ മോനെ. എല്ലാവരും കാത്തിരിക്കുന്നത് ആ ചിപ്സെറ്റ് ഏത് ലെവൽ പെർഫോമൻസിൽ നിൽക്കുമെന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയും ഗൂഗിൾ ഒരിക്കലും ഒരു ഗെയിം കളിക്കാനായിട്ടോ അല്ലെങ്കിൽ ഹൈ പെർഫോമൻസിനൊന്നും വേണ്ടിയിട്ടല്ല അവർ ചിപ്സെറ്റ് ഇറക്കുന്നത്. അവരെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ AI എന്ന് പറയുന്ന സാധനത്തിന് മാക്സിമം ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സിനാരിയോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നോക്കിയിട്ട് അവന്മാർ ഇറക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഈ വെച്ചുകൊണ്ടിരുന്നിട്ട് ഇതിൽ ഗെയിം കളിക്കാൻ പറ്റും അതൊന്നും ചിന്തിക്കുപോലും ഇല്ല. പിന്നെ TSMC ആയതുകൊണ്ട് പിന്നെ ഇപ്പം ISP അവർ തന്നെ ടെൻസറിൻ്റെ ISP ആണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊരു പറഞ്ഞാലും ഞാൻ പറഞ്ഞേ അവർക്ക് വേണ്ട ഒരു സാധനം ഉണ്ടേ. ആകെ ഇതിൽ ചിന്തിക്കാനുള്ളതെന്ന് ഹീറ്റിംഗ് ഉണ്ടാവാൻ പാടില്ല, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാവാൻ പാടില്ല. അതെന്തായാലും കഴിഞ്ഞ വർഷത്തെ അതായത് ഈ 9 Proയിലും Pro XLലും 9ലൊക്കെ ഒരു വിഷയവുമില്ല. അപ്പോൾ അതേ ഒരു സാധനത്തിൻ്റെ ഒരു റിഫ്രഷിങ് മോഡലാണ്, അല്ലാതെ ഡിസൈൻ ചേഞ്ച് പോലും കാണാനില്ല. ആകെപ്പാടെ ഉള്ളൊരു ഡിസൈൻ ചേഞ്ച് വന്നിരിക്കുന്നത് പിക്സൽ 10ലാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല 3 ക്യാമറയാണ്. ഒന്നെങ്കിൽ 3x ആയിരിക്കും, മറ്റേതിൽ 5x, ഇതിൽ 3x ആവാനാണ് സാധ്യത. അതേപോലെ OnePlusലെ മറ്റേ അലേർട്ട് സ്ലൈഡർ എന്ന് പറഞ്ഞ സാധനമില്ലേ, മറ്റേ ആ സാധനം മാറ്റിയിട്ട് അവർ അതിനെ ബട്ടൺ ആക്കാൻ പോവുകയാണ്. ഈ ബട്ടൺ മൾട്ടി ടച്ചിലൊക്കെ വേറെ പലതും ചെയ്യും എന്നൊക്കെയാണ് പറയണത്. എന്തിരോ വരുമ്പോൾ കാണാടെ, അതാണ് എനിക്ക് പറയുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ Vivo X200 Pro Mini എന്ന് പറഞ്ഞ സാധനം ഉടനെ ഇന്ത്യയിൽ വരുന്നതായിരിക്കും. ചിലവന്മാർ പറഞ്ഞ് X200 Ultra ഇന്ത്യയിൽ ഇറക്കുമെന്ന്. പക്ഷേ യാതൊരു സാധ്യതയില്ലെന്നാണ് Vivo ആൾക്കാർ പറയുന്നതെന്നാണ് നമ്മളുടെ ലീക്കർ പറയുന്നത്. സാംസങ്ങിൻ്റെ മറ്റേ ലാപ്ടോപ്പ് സീരീസ് ഉണ്ടല്ലോ, അതിൻ്റെ ബുക്ക് 5 ഇറങ്ങിയിരിക്കുകയാണ്. മുട്ടാൻ വില 1,15,000, 1,50,000, 1,60,000 അങ്ങനെയൊക്കെ അങ്ങ് പോവുകയാണ്. പുതിയ ഇൻ്റലിൻ്റെ ചിപ്സെറ്റാണ് വരുന്നത്. ആർക്കിൻ്റെ ഗ്രാഫിക്സ് കാർഡ് അങ്ങനെയൊക്കെ വെച്ചിട്ട് AMOLED ഡിസ്പ്ലേ ഒക്കെ വെച്ച് പറഞ്ഞാൽ 120 Hz റിഫ്രഷ് റേറ്റ് അങ്ങനെയൊക്കെ ഒരു സാധനം. ഇതാണ് അതിൻ്റെ സ്പെക്ക് നോക്കി നിങ്ങൾക്ക് മേടിക്കുക. അതേപോലെ തന്നെ നമ്മുടെ അസൂസിൻ്റെ ടാഫ് ഗെയിമിംഗ് G60 ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് ഇരിക്കുന്നത് RTX 3050A എന്ന് പറയുന്ന ഗ്രാഫിക്സ് കാർഡാണ്. ഇതിന് 65 TGP അത്യാവശ്യം ഗെയിമൊക്കെ കളിക്കാൻ പറ്റും. ഒരു 720p ഗെയിമിംഗ് ഒക്കെയാണ് ചിന്തിക്കുന്നതെങ്കിൽ കിട്ടും.
1080p ഒന്നും കിട്ടൂല. ബേസിക് ഗെയിമിങ്ങിന് പറ്റിയ ഒരു ലാപ്ടോപ്പ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്റലിൻ്റെ പ്രോസസ്സറും ബഹളമൊക്കെ ആയിട്ട് ഒരു സാധനം വന്നിട്ടുണ്ട്. എന്തായാലും വേണ്ടവർക്ക് പോയി മേടിക്കുക. മാർച്ച് 19 റിയൽമിയിലെ 2 ഫോണുകൾ വരുന്നു ഗൈസ്. P3യും P3 അൾട്രയും. P3 അൾട്രയിൽ ഇരിക്കുന്നത് എന്തൊരു ഡിമെൻസിറ്റിയുടെ 8350 അങ്ങനെ ഒരു ചിപ്സെറ്റാണ് വരുന്നത്. ഏകദേശം ആൻറ്റുറ്റു സ്കോർ 1.4 ലക്ഷം ഒക്കെ വരുന്ന ഒരു സാധനമാണ്. ഗെയിമൊക്കെ കളിക്കാൻ പൊളിയാണെന്നാണ് പറയുന്നത്. UFS 3.1 LPDDR5Xൻ്റെ റാം എന്ന് പറയണ്ട. പിന്നെ അറിയാമല്ലോ റിയൽമി ആണ്. ആഡ്സിൻ്റെയും ബ്ലോട്ട്വേഴ്സിൻ്റെയും കയ്യരി കളിയായിരിക്കും, അതിലൊന്നും ഒരു മാറ്റം ഇല്ല. എന്തായാലും 30,000 പ്രൈസ് റേഞ്ചിലായിരിക്കും ഇത് വരാൻ പോകുന്നത്. അതേപോലെ പിന്നെ P3 എന്ന് പറഞ്ഞൊരു ഫോൺ ഇറങ്ങുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 6 Gen 4 ചിപ്സെറ്റാണ് വരുന്നത്. AMOLED ഡിസ്പ്ലേ ആണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു സാധനമല്ലേ P3 എന്ന് പറയുന്ന ഫോൺ, ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഗുഡ് അണ്ടർ 20,000 റുപ്പീസ്. എനിക്ക് തോന്നുന്നു ഒരു 19,999 18,999 ആയിരിക്കും സ്റ്റാർട്ടിങ് വരാൻ പോകുന്നത്. ഈ ഫോൺ അത്യാവശ്യം നൈസാണ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ. അല്ലാതെ അത് എനിക്ക് ഡിമെൻസിറ്റിയുടെ ചിപ്സെറ്റ് എന്തോ പോലെയാണ് എനിക്ക് അത് എന്തിനാണെന്നും മനസ്സിലാവില്ല. ചില ഗെയിമൊന്നും വർക്ക് ചെയ്യില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഈ ഡിമെൻസിറ്റി. ഞാൻ BGMI ഒക്കെയാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ അതൊക്കെ എടുക്കുക. പിന്നെ അല്ലേ ബ്ലോട്ട്വേഴ്സും ആഡ്സും അയ്യോ കഷ്ടം. സ്റ്റാർലിങ്ക്, അതായത് നമ്മുടെ അണ്ണൻ ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് മിക്കവാറും ഇന്ത്യയിൽ വരാൻ സാധ്യതയുണ്ട്. ജിയോയും എയർടെലും കൂടെ ഒരുമിച്ചിരുന്നിട്ട് കൊളാബറേഷൻ അടിച്ചിട്ടാണ് വരാൻ പോകണമെന്നാണ് പറയുന്നത്. സാറ്റലൈറ്റ് വഴി ഇൻ്റർനെറ്റ്, ബാക്കിയുള്ളവർക്കൊക്കെ കടൽ വഴിയാണ് പറഞ്ഞത്. ഇത് സാറ്റലൈറ്റ് ഏറി കൂടെ ഇൻ്റർനെറ്റ് കിട്ടണം, മറ്റേ ഡിഷ് ആൻറ്റിനെയൊക്കെ വെച്ചിട്ടുള്ള പരിപാടി. അത് സത്യം പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ചീപ്പർ. $80 എന്തോ ആണ്. അതായത് നമ്മുടെ നാട്ടിൽ $80 എന്ന് പറയുമ്പോൾ ഏകദേശം 8,000 രൂപ. ഒരു മാസം 7,000 രൂപ 8,000 രൂപ. വലിയ ചീപ്പൊന്നും അല്ല. എന്തായാലും ജിയോയും മറ്റവരൊക്കെയല്ലേ എടുക്കണം, എന്തെങ്കിലുമൊക്കെ കാണാതിരിക്കില്ല. എന്തായാലും സ്റ്റാർലിങ്ക് ഉടനെ വരും എന്നൊക്കെയാണ് പറയുന്നത്. അതേപോലെ നിങ്ങൾക്കിപ്പോൾ ജിമെയിലിൽ ഒരു ഇൻവിറ്റേഷൻ വരികയാണെന്ന് വിചാരിക്കുക, എവിടെയെങ്കിലും പോകാനാ എന്തെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിലിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഗൂഗിൾ കലണ്ടറിലോട്ട് നിങ്ങൾക്കിത് ആഡ് ചെയ്യാൻ പറ്റും. ഇവൻറ്റിന് നമുക്ക് അതിലോട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏത് ഫോണാണെങ്കിൽ അന്ന് മറ്റേ റിമൈൻഡറും കാര്യങ്ങളൊക്കെ വരും. ഇത് ജെമിനി ഗണേശ് ഉള്ളതുകൊണ്ട് ഇപ്പം അത് പറ്റും. പിന്നെ അതേപോലെ വിവോയിൽ V50 ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഫോൺ ഇറങ്ങണം. സ്നാപ്ഡ്രാഗൺ 685 ചിപ്സെറ്റും 50 മെഗാ പിക്സലിൻ്റെ ക്യാമറയും ഒരു ഫോണടേ വിവോയിൽ. വേറെ ഒന്നും എനിക്കതിൽ പറയാനില്ല. ഒരു ഫോൺ വരാൻ പോണ്. അതേപോലെ വാപ്പാര ഒരു ഫോൺ പറയണേ F29 എനിക്ക് താല്പര്യമില്ലാത്തൊരു ബ്രാൻഡാണ്. എന്തായാലും വരണടേ 20-ാം തീയതി എന്നോ വരണം, അത്ര തന്നെ. അതേപോലെ HTCയുടെ വൈൽഡ് ഫയർ പുഷ്പ മാറിപ്പോയി. HTCയുടെ വൈൽഡ് ഫയർ എന്ന് പറഞ്ഞൊരു ഫോൺ അങ്ങ് വിയറ്റ്നാമിൽ ഇറങ്ങിയിരിക്കുകയാണ്. യൂണിസെക്കിൻ്റെ ചിപ്സെറ്റും. എനിക്ക് സ്പെക്ക് പറയാൻ വിഷമമുണ്ടേ. ഒരു സമയത്തൊക്കെ HTCയുടെയൊക്കെ ഒരു ഫോൺ കിട്ടാൻ അന്നിൽ എണ്ണ ഒഴിച്ച് എൻ്റെയൊക്കെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു സമയത്ത്. അങ്ങനത്തെ ഒരു ബ്രാൻഡ് ഇങ്ങനത്തേക്ക് ഒരു കുറച്ച ഫോൺ ഇറക്കുമ്പോൾ അതിൻ്റെ സ്പെക്ക് പറയാനൊന്നും എനിക്ക് വയ്യടേ, സോറിയടേ. അതേപോലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ന്യൂസ് നിങ്ങൾക്കറിയാവുന്നത് പോലെ നത്തിങ്ങിൻ്റെ ഫോൺ 3 മിക്കവാറും ജൂലൈയിലായിരിക്കും ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതേപോലെ നത്തിങ് 3Aയും 3A പ്രോയും വിറ്റ് തുടങ്ങിയിട്ടുണ്ട്. കുറേ പേരെ കൈ കിട്ടിയിട്ടുണ്ട്. പുതിയൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ക്യാമറ ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് വന്നതിന് ശേഷം ഞാൻ അതിട്ട് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ നമ്മളുടെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എൻ്റെ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ 19-ാം തീയതി വരും. അന്ന് നമുക്ക് നോക്കാടേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ന്യൂസ് ഡേ. അപ്പോൾ അങ്ങനെ അത് എന്തിനാണെങ്കിലും എല്ലാവർക്കും ഞാനൊരു ശുഭദിനം ആശംസിക്കുന്നു ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഇപ്പോഴത്തെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ കുറേ പേര് മറ്റേ 2K കിഡ്സിന് വെറുതെ ഒരുമാതിരി എന്ത് ഇൻസ്റ്റാഗ്രാം തുടങ്ങി കഴിഞ്ഞാൽ 2K കിഡ്സ് ടെററാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു ഭയങ്കര ഷോക്ക് പരിപാടിയാണ് ഞാൻ ഈ കാണുന്നത്. അതായത് ഈ 90s കിഡ്സിൻ്റെ അടുത്താണ് എനിക്കിപ്പോൾ ചോദിക്കണം, നിങ്ങളൊക്കെ എന്തോ തങ്കക്കുടങ്ങളായിരുന്നു ആ സമയത്ത്, നിങ്ങൾ അടി കൂടാൻ പോയിട്ടില്ലേ? അടെ ഈ എന്തോ പറയുമല്ല, ഇപ്പം തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല, ഗോപു എന്നല്ല, ഈ എന്തോന്ന് പറയല്ലടാ, എന്തോ ചെയ്യാത്തവൻ കല്ലെറിയട്ടെന്ന് പറയൂലേ, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഇവരെയൊക്കെ ഈ വന്നിരുന്ന് ഈ പിള്ളേർ ടെററാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളെ ഒന്ന് ചിന്തിക്കുക. നിങ്ങളും ആ കാലഘട്ടം കഴിഞ്ഞ് വന്നവരാണ്, ഇതിൻ്റെ അപ്പുറമൊക്കെ ആയിരുന്നതാണ്. പക്ഷേ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നതല്ല. ഡ്രഗ് യൂസ് ഞാൻ എന്നുതൊട്ടേ പറയുന്നതാണ്, വളരെ മോശമാണ്. അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം അതായത് നമ്മുടെ ഗവൺമെൻറ്റും ഈ പറയുന്ന പോലീസ് ഫോഴ്സും പട്ടാളമൊക്കെ ഇറങ്ങി ഈ സാധനത്തിന് നമ്മളുടെ അവിടെ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്യുക എന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അതാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ കുറേ ഒരു സിനിമയെ കുറ്റം പറയണം, എന്തോ മാർക്കോ കണ്ടിട്ടാണ്. കോമഡി പറയാതെടാ. എന്നാൽ പിന്നെ ഈ നമ്മുടെ മറ്റേ ചേട്ടനുണ്ടല്ലോ, നമ്മുടെ ജിസ്ജോയിലെ പടം കണ്ട് എത്രയാണ് ഇവിടെ നന്മയോളികളായിട്ട് നടക്കണം. ഇവിടെ ഈ ആണ്ടിനും ആവഴിക്ക് ഒരു വയലൻ്റ് പടം ഇറങ്ങിയെന്ന് പറഞ്ഞാൽ അതാണ് എല്ലാം. എന്തൊരു കോമഡിയാണ്, എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കണം. സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് മാത്രമല്ല, ഇറ്റ്സ് എവ്രിതിങ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം റെഗുലേറ്റ് ചെയ്യേണ്ടി വരും.
ഈ പറയുന്ന സോഷ്യൽ മീഡിയയും OTT പിന്നെ എന്ത് ജീവിതോടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ അതാണ് കാരണം ഇതാണ് കാരണം എന്നല്ലാതെ നിങ്ങൾ ഇറങ്ങി ഇതിനെ വൈപ്പ് ഔട്ട് ചെയ്യുക. ഡ്രഗാണ് പ്രശ്നമെങ്കിൽ വൈപ്പ് ഔട്ട് ചെയ്യുക. ഈ 18 വയസ്സിന് താഴെയുള്ള പിള്ളേർ കള്ളു കുടിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പിൻ പോയിന്റ് ചെയ്യുക. എത്രയോ കൊച്ചു പിള്ളേർ 16 വയസ്സായ പിള്ളേരൊക്കെ പബ്ബിലൊക്കെ കയറ്റണം. അതൊക്കെ പിന്നെ എന്ത് കോമഡിയാണ് അതൊക്കെ. ഞാൻ കാര്യം ചോദിക്കണം, അത് ലീഗലാണ്? എന്നാൽ അത് ചെയ്യുന്നുണ്ട്. അത് ഞാൻ അതാണ് പറയുന്നത്, പ്രോപ്പറായിട്ടുള്ള സർവൈലൻസ് വേണം. നമ്മൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ലോകമാണ്, അങ്ങനത്തെ ഒരു എൻവയോൺമെന്റ് ആണ്. അല്ലാതെ ഈ പാവപ്പെട്ട പിള്ളേരെയും വെച്ചിട്ട് ഇല്ല ഈ ജനറേഷൻ മൊത്തം കൂറയാണെന്ന് പറയാൻ പറ്റൂല. ഏതൊരു ജനറേഷനും കടന്നു പോയതുപോലെ തന്നെയാണ് അവരും ചെയ്യുന്നത്. അവരുടേതായ രീതിയിൽ അവർ ഫ്രീഡത്തിന് വേണ്ടി അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. പക്ഷെ ഞാൻ പറയാം, ഈ കയ്യാങ്കളി ജൊഞ്ചക്സ് അതിൻ്റെയൊക്കെ ഞാൻ കാര്യമായിട്ട് പറഞ്ഞു, ജൊഞ്ചക്സ് ഒക്കെ നമ്മളൊക്കെ പണ്ട് കരാട്ടെ സാറ് പോലും തരൂല ആ സാധനം കയ്യിൽ. ആ ലെവലിൽ ഞാൻ കരാട്ടെ പഠിച്ചെടുത്തനാണ്. നമുക്കൊന്നും കൈ തരൂല. സാറ് വീട്ടിലോട്ട് വാങ്ങിച്ചിട്ട് അങ്ങനെ കൈ വെച്ചേക്കും. എന്നിട്ട് നമുക്ക് മറ്റേ പരിശീലന സമയത്ത് മാത്രമേ പുള്ളി നമുക്ക് കൈ തന്നിട്ട് തിരിച്ചെടുത്തോണ്ട് പോകും. ഇതിപ്പോൾ ആൾക്കാർക്ക് റെഡിലി അവൈലബിൾ ആണ് നെഞ്ചക്സ് എന്നൊക്കെ പറയണത്. കഷ്ടമാണ് അതൊക്കെ. എനിക്ക് പിള്ളേർക്കും കൂടെ അതാണ് പറയാനുള്ളത്. ഇതൊന്നും മറ്റവൻ ചിരിച്ചില്ല, ഇവർ ഡാൻസ് കളിച്ചപ്പോൾ അവർ ചിരിച്ച്. പെണ്ണ് കേസ്, ഈ കേസിലൊന്നും പോയി ഇങ്ങനെയൊന്നും പോയി ജീവിതം വേസ്റ്റ് ചെയ്യല്ലേടെ പിള്ളേരെ. കാര്യമായിട്ട് സത്യം പറഞ്ഞാൽ ഓക്കെ, ഒരു ചെറിയൊരു വാക്ക് തർക്കം അതൊക്കെ ഫൈൻ. ഗ്യാങ് വാറൊക്കെ എന്ത് കോമഡിയാണ് അതൊക്കെ. പിന്നെ ഈ ചില പിള്ളേർ എൻവേർഡ് യൂസ് ചെയ്യുന്നത്, അത് മൊത്തം ഈ മറ്റേ ഹൈ ഫണ്ടാ മറ്റേ ഈ ടോപ്പ് ലെവൽ സ്കൂളിലുള്ള പിള്ളേരുടെ പ്രശ്നമാണ്. എൻവേർഡ് റേഷ്യൽ വേർഡാണത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും അമേരിക്കയിൽ പോയിട്ട് വായിന്ന് അബദ്ധത്തിൽ അത് വരണം. അവന്മാരത് കേട്ട് കഴിഞ്ഞാൽ ഇടിക്കും ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ അപ്പോഴൊന്നും നിൻ്റെ പണക്കാരനായ അച്ഛനൊന്നും വരൂല. അതുകൊണ്ട് ഞാൻ പറയണത് എല്ലാ എണ്ണവും സൂക്ഷിച്ചും കണ്ടൊക്കെ നിന്നോളി. നിങ്ങളൊക്കെ ഇപ്പം കാണിക്കണതൊക്കെ സാമ്പിളേ ഒരു ടൈം കഴിഞ്ഞാൽ നമുക്ക് ഓർത്ത് ചിരിക്കേണ്ട മെമ്മറീസാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഓർത്ത് പേടിക്കേണ്ടതല്ല. കണ്ടവനെ മാനിപ്പുലേറ്റ് ചെയ്യുക, കണ്ടവനെ പോയി അടിക്കുക, അവൻ്റെ ജീവിതം തുലയ്ക്കുക, അതല്ല. അതുകൊണ്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കണേ. അതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയുള്ളതൊക്കെ പിന്നെ എനിക്ക് ഗവൺമെൻറ് അടുത്ത് മറ്റേടത്തൊക്കെ പ്ലീഡ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സാധനം നമ്മളുടെയൊക്കെ ലൊക്കാലിറ്റിയിലുണ്ടെങ്കിൽ അതിനെ വൈപ്പ് ഔട്ട് ചെയ്യാൻ തുടങ്ങുക. ദാറ്റ് ഈസ് ദ മെയിൻ തിങ്. അതർ ദാൻ ഈ പറയുന്ന അവരെ പ്രശ്നമാണ്, ഇവരെ പ്രശ്നമാണ്, മാർക്കോരെ പ്രശ്നമാണ്, എടാ മോനെ എന്ന് പറഞ്ഞതിൻ്റെ പ്രശ്നമാണെന്നല്ല. അതൊക്കെയാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയും സിനിമാക്കാർക്ക് അവരെ ഫ്രീഡമാണ്. അവരുടെ ക്യാരക്ടർ അങ്ങനെ വെള്ളം ഒടിച്ച് സിഗരറ്റ് വലിച്ച് നടക്കുന്ന ഒരുത്തനാണ്, അവരങ്ങനെ തന്നെ കാണിക്കും. ഏത് സിനിമയാണോ അവർ മണ്ടൊക്കെ ആക്ച്വലി ദിസ് ക്യാരക്ടർ ഈസ് ഫിക്ഷണൽ എന്നൊക്കെ പറഞ്ഞ് മറ്റേ എഴുതി കാണിക്കണം, ചുമ്മാ മറ്റേ പിള്ളേരെ കളിപ്പിക്കുക അല്ല. അതൊക്കെ ഉള്ള കാര്യമാണ്. അതൊക്കെ അതാണ് പറഞ്ഞത്. അത് മറ്റേ ഒരു കോമൺ സെൻസായിട്ട് എടുത്തിട്ട് ഇത് സിനിമയാണ്, സിനിമയിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് ഒരു എസ്കേപ്പ് ചെയ്യാൻ പറ്റും, പക്ഷേ ജീവിതത്തിൽ അങ്ങനെയല്ല എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും അത് ചെയ്യേണ്ട. പക്ഷേ അപ്പോൾ അതാണ് പറഞ്ഞത്, പിള്ളേരടുത്ത് എനിക്ക് വേറൊരു കാര്യം, കുറച്ച് കോമൺ സെൻസ് എടുക്കുന്നത് നല്ലതാണ്. അത് സ്കൂളിൽ കിട്ടൂല പഠിക്കാൻ, അത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണം. കോമൺ സെൻസ് എന്ന് പറയും. ഒന്ന് ഗൂഗിളൊക്കെ ചെയ്തിട്ട് അതെന്തിനാണെന്നൊക്കെ ഒന്ന് അന്വേഷിക്കുക കേട്ടോ. എന്തായാലും തന്ത വൈബ് ഇസ് ഡൺ ഫോർ ദ ടൈം ബീങ്. ജസ്റ്റ് ഇതൊക്കെ കേൾക്കുന്നത് കൊണ്ടും നമ്മളെയൊക്കെ ഒരു ഫ്യൂച്ചർ, നമ്മുടെയൊക്കെ സിസ്റ്ററിൻ്റെ പിള്ളേരൊക്കെ ഇനി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടി ഒരു നല്ല ലോകം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു മെയിൻ കർത്തവ്യം. അല്ലാതെ 2K കിഡ്സ് മറ്റേ തൊട്ടികളാണെന്ന് പറഞ്ഞുണ്ടാക്കാനല്ല. അതാണ് എനിക്ക് ഈ 90s കിഡ്സിൻ്റെ അടുത്ത് 80s കിഡ്സിൻ്റെ അടുത്തും പറയാനുള്ളത്. അവരെ മനസ്സിലാക്കിയിട്ട് അവരെ നേർവഴിക്ക് സെറ്റ് ചെയ്യാൻ നോക്കുക. ഞാൻ പറയാനുള്ളത് പറഞ്ഞടേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു ഗൈസ്. ശുഭദിനം ആശംസിക്കുന്നു. ഈച്ച് ആൻഡ് എവരിവൺ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ ആൻഡ് എ വണ്ടർഫുൾ ലൈഫ് അഹെഡ്. ബൈ ബൈ.